നമസ്കാരം. VCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VCV പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Your choice of furniture world. Quality Global Furniture. Quality Global Tower, Perindalmanna Road, Valancheri. Royal Travels, Perindalmanna Road, Valancheri. Phone 0494 326 2215 9142 078312 9495 511277. രാജ്യത്തെ ഒരുമയോടെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് ഷാഫി പറമ്പിൽ MLA. മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത് സ്ഥാപിതമായ താൽപര്യങ്ങൾ വെച്ചാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മങ്കട ഗവൺമെന്റ് കോളേജിന് സ്ഥലം വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവ്. കോളേജിന് സ്ഥിരം കെട്ടിടം സ്ഥാപിക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാനാണ് മൂർക്കനാട് പഞ്ചായത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവുണ്ടായത്. മംഗലാപുരം കാരക്കാട് റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തിയ നിലമ്പൂരിൽ നിന്നുള്ള തീവണ്ടികൾ ഓടിത്തുടങ്ങി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കരുതെന്ന് ഭൂവുടമകൾ. മലപ്പുറം ജില്ലാ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ നടന്ന ഹിയറിംഗിലാണ് ഭൂവുടമകൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഒരുമയോടെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് ഷാഫി പറമ്പിൽ MLA. മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത് സ്ഥാപിതമായ താൽപര്യങ്ങൾ വെച്ചാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പട്ടാമ്പിയിൽ നടന്ന KSU ജില്ലാ പഠന ക്യാമ്പിന്റെ സമാപനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചോ മാത്രമേ ഇന്ന് BJPക്കും CPMനും അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും നിലനിൽപ്പുള്ളൂ. എന്നാൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അതല്ല. ഇന്ത്യയെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും നയിക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണെന്നും ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. ഒരു മതത്തിന്റെ ആധിപത്യം വേണം. NDFനോ ക്യാമ്പസ് ഫ്രണ്ടിനോ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു മതത്തിന്റെ ആധിപത്യം വേണം. മറ്റൊരു മതം താഴെ പോകണം, മറ്റൊരു മതം അവസാനിക്കണം, മറ്റൊരു മതം ഇല്ലായ്മ ചെയ്യപ്പെടണം. RSSന് വിജയിക്കണമെങ്കിൽ അതുപോലെ ഒരു മതത്തിന്റെ വിഭാഗീയത ഉണ്ടാവണം. NDFന് വിജയിക്കണമെങ്കിൽ ഒരു മതത്തിന്റെ വിഭാഗീയത ഉണ്ടാക്കണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ആ തിണ്ടമെടുക്കും വിഭാഗീയതയും സമൂഹത്തിൽ സ്പ്ലിറ്റും ഉണ്ടാവണം. കർഷകനും കർഷക തൊഴിലാളിയും തമ്മിൽ തെറ്റണം, തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ തെറ്റണം, മുതലാളിയും പാവപ്പെട്ടവരും തമ്മിൽ തെറ്റണം, സാധാരണക്കാരനും അല്ലാത്തവരും തമ്മിൽ തെറ്റണം. വർഗപരമായ വ്യതിയാനം വ്യത്യാസം അവിടെ തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാവണം. അതിനാണ് അവർക്ക് നിലനിൽപ്പുള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് ദ ഓൺലി ഓർഗനൈസേഷൻ which 2 ദിവസങ്ങളിലായാണ് KSU ജില്ലാ പഠന ക്യാമ്പ് പട്ടാമ്പിയിൽ നടന്നത്. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേരി, KSU സംസ്ഥാന പ്രസിഡന്റ് VC ജോയ്, സെക്രട്ടറി ഗ്രീഷ്മ, KPCC സെക്രട്ടറി C ചന്ദ്രൻ, VT ബൽറാം MLA തുടങ്ങിയവർ ക്യാമ്പിൽ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് AK ഷാനിബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗ്രീഷ്മ, അരുൺകുമാർ, ജയഘോഷ്, ഷാജൻ, ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. ശാരീരിക അവശതകൾ നേരിടുന്ന കുട്ടികൾക്കായി പട്ടാമ്പിയിൽ ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. CP മുഹമ്മദ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി BRCക്ക് കീഴിൽ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ശാരീരിക അവശതയുള്ള കുട്ടികൾക്കായാണ് ഫിസിയോതെറാപ്പി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. BRC ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. ചില ഫിസിയോതെറാപ്പി രീതികൾക്ക് ശരീരത്തിന് വലിയ വേദനയുണ്ടാവും. എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു, സാറ് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേദന സഹിക്കുക ചെയ്യാൻ എന്നോടൊരു വിരോധം തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ജോലി ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. ജീവങ്ങനെ പോകുന്ന വേദനയായിരിക്കും, അത് കടിച്ചു പിടിച്ച് സഹിച്ച് ഇന്നത്തെ സ്ഥിതിയിലെത്തി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാവുന്ന, ഇതിപ്പോൾ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല, ഓരോരോ പേർക്ക് ദൈവം നൽകുന്നതാണ്. തിരുവേഗപ്പുറ, കൊപ്പം, വിളയൂർ, കുലുക്കല്ലൂർ, മുതുതല, പരുതൂർ, പട്ടാമ്പി പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വാക്കുട്ടി, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വാസുദേവൻ, രമ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്കിൽ നിന്നെടുത്ത കാർഷിക വായ്പകൾ കർഷകർക്ക് ബാധ്യതയാകുന്നു. വായ്പകൾ പുതുക്കാനുള്ള അറിയിപ്പ് യഥാസമയം നൽകാത്തതിനെ തുടർന്ന് അവധി തെറ്റുന്നതിനാലാണ് കർഷകർക്ക് ബാധ്യതയിലകപ്പെടുന്നത്.
ബാങ്കിൽ നിന്നെടുക്കുന്ന കാർഷിക വായ്പകൾ പുതുക്കാനുള്ള അറിയിപ്പ് യഥാസമയം നൽകാത്തതിനാൽ അവധി തെറ്റുന്നത് കർഷകർക്ക് വൻ ബാധ്യതയാകുന്നു. കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ 7% വരെ പലിശയാണ് കാർഷിക വായ്പകൾക്കും കാർഷിക സ്വർണ്ണപ്പണയ വായ്പകൾക്കും പലിശ ഈടാക്കുന്നത്. ഒരു വർഷത്തേക്കാണ് അവധി നൽകുന്നത്. എന്നാൽ ബാങ്കിൽ നിന്ന് അറിയിപ്പുകളൊന്നും ലഭിക്കാത്തതിനാൽ ഭൂരിഭാഗം കർഷകരും അവധി തെറ്റിയ ശേഷമാണ് വായ്പ പുതുക്കുന്നത്. ഒരു ദിവസം അവധി തെറ്റിയാൽ പോലും 11.5% പലിശയാണ് നൽകേണ്ടത്. 1 ലക്ഷം വരെ വായ്പയെടുത്തവർക്ക് ഇത് വൻ ബാധ്യതയാകുന്നു. മുമ്പ് വായ്പകൾ അവധിയാക്കുന്നതിന് മുമ്പ് പുതുക്കാനുള്ള അറിയിപ്പ് വന്നിരുന്നു. എന്നാൽ പ്രവർത്തനം കമ്പ്യൂട്ടർവൽക്കരിച്ചതോടെ ബാങ്കുകൾ അറിയിപ്പ് നൽകാതായി. ഇതാണ് കർഷകർക്ക് ബാധ്യതയായത്. എന്നാൽ 365 ദിവസത്തേക്കാണ് കാർഷിക വായ്പകൾ നൽകുന്നതെന്നും വായ്പ എടുക്കുമ്പോൾ തന്നെ അവധി ദിവസം രേഖപ്പെടുത്തി നൽകുന്നുണ്ടെന്നുമാണ് ഇത് സംബന്ധിച്ച ബാങ്ക് അധികൃതരുടെ വിശദീകരണം. മങ്കട ഗവൺമെന്റ് കോളേജിന് സ്ഥലം വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവ്. കോളേജിന് സ്ഥിരം കെട്ടിടം സ്ഥാപിക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാനാണ് മൂർക്കനാട് പഞ്ചായത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവുണ്ടായത്. മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്ഥിരം കെട്ടിടം സ്ഥാപിക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവായി. മൂർക്കനാട് വില്ലേജിലെ റീസർവേ 202/2ൽപ്പെട്ട തുടിയാർ കോട്ടക്കുന്ന് പുന്നക്കാട് റോഡിലുള്ള 5 ഏക്കർ സ്ഥലമാണ് കോളേജ് സ്ഥാപിക്കുന്നതിന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് സൗജന്യമായി വിട്ടു നൽകാൻ ഗ്രാമപഞ്ചായത്തിന് സർക്കാർ അനുമതി നൽകിയത്. മൂർക്കനാട് പഞ്ചായത്ത് വകയിലുള്ള ഈ സ്ഥലത്തിന് ആർക്കും പട്ടയം നൽകിയിട്ടില്ലെന്ന് കളക്ടറും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സ്ഥലം ലഭ്യമായതോടെ കോളേജ് കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കുമെന്ന് TA അഹമ്മദ് കബീർ MLA പറഞ്ഞു. കൊളത്തൂർ ജവാഹിറുൽ ഉലൂം മദ്രസ കെട്ടിടത്തിലാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്നത്. KSDA എടയൂർ ബ്രാഞ്ച് സമ്മേളനം പൂക്കാട്രി HELP സ്കൂളിൽ നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. രവി ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പൂക്കാട്രി HELP സ്കൂളിൽ വെച്ച് നടന്ന KSDA എടയൂർ ബ്രാഞ്ച് സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. രവി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഏതൊക്കെ അളവിൽ എന്തൊക്കെ പ്രവർത്തന പദ്ധതികൾ കൊണ്ടുവരാമോ അത് അധ്യാപകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ സമൂഹത്തെ, രക്ഷിതാക്കളെ, അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾ പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ഈ രംഗത്ത് പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്ന നിരവധി പദ്ധതികൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി റിസൾട്ട് നമ്മുടെ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്നു. TR ഇന്ദിര അധ്യക്ഷയായ ചടങ്ങിൽ പ്രേംരാജ് വളാഞ്ചേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഈ മുകുന്ദനെ പ്രസിഡന്റായും, V. മനോജ് കുമാറിനെ സെക്രട്ടറിയായും, ഷാജി പേരോഴിയെ ജോയിന്റ് സെക്രട്ടറിയായും, സുരേഷ് വടക്കുംപുറത്തെ വൈസ് പ്രസിഡന്റുമായുമാണ് തെരഞ്ഞെടുത്തത്. KSDA പാലക്കാട് ജില്ലാ സമ്മേളനം ഡിസംബറിൽ പട്ടാമ്പിയിൽ നടക്കും. സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം പട്ടാമ്പിയിൽ നടന്നു. ഡിസംബർ 14-15 തീയതികളിലാണ് KSDA പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നാരായണദാസ് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അങ്ങനെ പൊതുവെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ കച്ചവടം എടുക്കുന്ന ഗതിയാണ്. മറ്റെല്ലാ രംഗവും നമുക്കറിയാം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് കച്ചവടത്തിന് വിധേയാണ്. പക്ഷെ അങ്ങനെ എല്ലാ രംഗവും കച്ചവടത്തിന് വിട്ടുകൊടുക്കുന്ന ഈ ആഗോളവൽക്കരണത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പോലും വിദ്യാഭ്യാസ രംഗം അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. അമേരിക്കയിലോ ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ ഒന്നും വിദ്യാഭ്യാസം എന്ത് തോന്നിവാസവും കാണിക്കാൻ വേണ്ടി സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല. KSDA ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി ശിവദാസൻ, NP വിനയകുമാർ, N ഉണ്ണികൃഷ്ണൻ, N മണികണ്ഠൻ, KC അലി അക്ബർ, T വേണു, അച്യുതൻകുട്ടി, രമണി, നാരായണൻ, V വസന്ത തുടങ്ങിയവർ പങ്കെടുത്തു. NP വിനയകുമാർ ചെയർമാനും N മണികണ്ഠൻ ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. CITU കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ വളാഞ്ചേരിയിൽ ചേർന്നു. കൊടുമുടി സുകുമാരൻ മാസ്റ്റർ നഗറിൽ വെച്ച് ചേർന്ന കൺവെൻഷൻ CITU ജില്ലാ പ്രസിഡന്റ് V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. CITU കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ വളാഞ്ചേരി കൊടുമുടി സുകുമാരൻ മാസ്റ്റർ നഗറിൽ വെച്ച് ചേർന്നു. CITU ജില്ലാ പ്രസിഡന്റ് V ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. കേരളത്തിലെ വികസനത്തിൽ ഏറ്റവും സപ്പോർട്ടീവായി നാടിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്
ജനപങ്കാളിത്തത്തോടു കൂടിയ വികസനം. അതിൽ അത്യന്താപേക്ഷിതമായ 2 ഘടകങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ പ്രസ്ഥാനവുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനകീയമായ പ്രസ്ഥാനങ്ങൾ. ഈ പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. ടി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി കെ രാജീവ് സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വി സതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി VP സക്രിയ, KT ജലീൽ MLA, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ശ്യാംകുമാർ, സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാജേഷ് എന്നിവർ അഭിവാദ്യമർപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ CP ഹക്കീം കൃതജ്ഞത അറിയിച്ചു. ഒരു ഇടവേള. മനം മയക്കും നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ നിങ്ങൾക്കായി ഒരുക്കുന്നു വെഡ്ഡിംഗ് കളക്ഷനുകളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറുകളുടെയും ഏറ്റവും വിപുലമായ ശ്രേണി. ഓരോ 200 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ. ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, പട്ടാമ്പി റോഡ്, വലിയകുന്ന്. വിസ സർവീസിംഗ്, റിക്രൂട്ട്മെന്റ് എന്നീ സേവനങ്ങളിൽ പ്രമുഖരായ റോയൽ ട്രാവൽസിന്റെ 25ാമത് ശാഖ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റോയൽ ട്രാവൽസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 326 2215 9142 078312 9495 511 277. ശുചിത്വപൂർണമായുള്ള ഭവനങ്ങളുടെ അകത്തളം ഒരുക്കാൻ ഗ്രാനൈറ്റ്സ്, മാർബിൾസ്, വെട്രിഫൈഡ് ടൈൽസ്, സെറാമിക് ടൈൽസ് തുടങ്ങി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം താജ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, നാഷണൽ ഹൈവേ, കരിപ്പോൾ, വെട്ടിച്ചിറ. ഫോൺ 0494 261 5072. മൊബൈൽ 9605127055 9609731000. വിദേശ സംബന്ധമായ എല്ലാവിധ യാത്രാരേഖകളും കൃത്യതയോടെ നിങ്ങൾക്ക് ലഭിക്കാൻ റിയൽ ഹിൻഡ് ട്രാവൽ ആൻഡ് ടൂർസ് ഇൻ അസോസിയേഷൻ വിത്ത് എയർ ട്രാവൽസ് എന്റർപ്രൈസസ് ഇന്ത്യ ലിമിറ്റഡ്, നിയർ വില്ലേജ് ഓഫീസ്, സെൻട്രൽ ബസാർ, വളാഞ്ചേരി. ഫോൺ 0494 26 40032 9746 73385. ഇമെയിൽ realhind@gmail.com. ഇനി യാത്ര ചെയ്യൂ ഹൃദ്യമായ ബന്ധത്തോടുകൂടി. ചിത്രശലഭങ്ങൾ പറന്നുയരും വൃന്ദാവനം പോലെ നിനക്കായി വാതിലുകൾ തുറക്കുന്നു. ഇമാജിനേഷൻ വുമൻസ് ഷോപ്പി, VK ടവർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 264 6264. City Choice. Welcome to the Valancheri's most preferred home bazaar supermarket. City Choice Home Bazaar Supermarket, Calicut Road, Valancheri. The biggest IT campus in Malabar. Presentation Infotech. ജോലി ഉറപ്പു നൽകുന്ന കോഴ്സുകൾ: ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് ലാപ്ടോപ്പ് എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, CTTC കോഴ്സുകൾക്ക് പുറമെ ഗ്രാഫിക് ഡിസൈനിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളും. ഈ ലോകം ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രസന്റേഷന് നന്ദി. ഇത് ഞങ്ങളുടെ സമ്മാനം. പ്രസന്റേഷൻ Infotech. The biggest IT campus in Malabar. Presentation Infotech. An exclusive IT incubator. ISO 9001-2008 certified institute. Bilawal Tower, Calicut Road, Valancheri. Presentation Infotech. ഫർണിച്ചർ വിപണന രംഗത്ത് വിലക്കുറവിലൂടെ വിപ്ലവം സൃഷ്ടിച്ചവർ യുണൈറ്റഡ് ഫർണിച്ചർ, വളാഞ്ചേരി. നിങ്ങളുടെ ഫർണിച്ചർ ലോകം യുണൈറ്റഡ് ഫർണിച്ചർ, പെരിന്തൽമണ്ണ റോഡ്, വൈക്കത്തൂർ, വളാഞ്ചേരി. ജനഹൃദയങ്ങളിൽ മറക്കാനാവാത്ത നാമം തൗഫീഖ് ഗോൾഡ് സൂക്ക്, പാങ്ങ്, ചേണ്ടി. ഫോൺ 04933 242821. മൊബൈൽ 9447 516 308 9846 444423. വിശ്വാസ്യതയുടെ സ്വപ്നത്തിളക്കവും ശില്പചാതുര്യത്തിന്റെ സ്വർഗസങ്കല്പവുമായി ആധുനിക സാങ്കേതിക വിദ്യയാൽ ഇന്ത്യയിലും വിദേശത്തും നിർമ്മിതമായ വിവിധ തരം കമ്പനികളുടെ ഫർണിച്ചർ ശൃംഖല നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക്. യുവർ ചോയ്സ് ഓഫ് ഫർണിച്ചർ വേൾഡ്. ക്വാളിറ്റി ഗ്ലോബൽ ഫർണിച്ചർ, ക്വാളിറ്റി ഗ്ലോബൽ ടവർ, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. KP ട്രാവൽസ് ആൻഡ് ടൂർസ് ഹജ്ജ് ഉംറ ഗ്രൂപ്പ്, KP ട്രാവൽസ് ആൻഡ് ടൂറിസം, KP ടവർ, കൂർക്കപ്പറമ്പ്, കൊപ്പം, നടുവട്ടം. വാർത്തകൾ തുടരുന്നു.
മംഗലാപുരം കാരക്കാട് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തിയ നിലമ്പൂരിൽ നിന്നുള്ള തീവണ്ടികൾ ഓടിത്തുടങ്ങി. നിലമ്പൂർ റെയിൽവേ യാർഡ് അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലെത്തിയതോടെയാണ് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ യാർഡ് അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ശനിയാഴ്ച മുതൽ നിലമ്പൂരിൽ നിന്നുള്ള തീവണ്ടികൾ ഓടിത്തുടങ്ങി. മംഗലാപുരം കാരക്കാട് പാതയിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഷൊർണൂർ വഴിയുള്ള തീവണ്ടികളുടെ ഗതാഗതത്തിൽ നിയന്ത്രണം വരുത്തിയതിന്റെ തുടർച്ചയായി കഴിഞ്ഞ 6 മുതൽ നിലമ്പൂരിൽ നിന്നുള്ള വണ്ടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഷൊർണൂരിൽ 7ാമത് പ്ലാറ്റ്ഫോം തുറന്നതും നിലമ്പൂരിൽ നിന്നുള്ള വണ്ടികൾക്ക് നേരിട്ട് ഷൊർണൂരിലെ 1ാം പ്ലാറ്റ്ഫോമിൽ എത്താനാകും വിധം സിഗ്നലുകൾ ക്രമീകരിച്ചതും നിലമ്പൂരിൽ നിന്നുള്ള വണ്ടികൾക്ക് ഗുണകരമാകും. ഇതിന്റെ തുടർച്ചയായാണ് നിലമ്പൂരിലും വൻ വികസന പ്രവർത്തനങ്ങൾ വന്നത്. നിലമ്പൂരിൽ വണ്ടികൾ ഓടിത്തുടങ്ങുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം റോഡരികിലേക്ക് മാറ്റും. ഇത് യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഓട്ടോമാറ്റിക് കളർ സിഗ്നലിംഗ് സംവിധാനത്തിലേക്ക് നിലമ്പൂരും മാറും. വണ്ടികൾ വരുന്നത് പുതിയ പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇതിനായി പാളങ്ങൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായി. പുതിയ ടിക്കറ്റ് കൗണ്ടർ, താൽക്കാലിക ഷെൽട്ടർ എന്നിവയുടെ പണികൾ അടുത്ത ദിവസങ്ങളിലായി പൂർത്തിയാകും. വെള്ളിയാഴ്ച രാത്രി വണ്ടി നിലമ്പൂർക്ക് വരാത്തതിനാൽ ശനിയാഴ്ച രാവിലെ 6:50 ഷൊർണൂർ വണ്ടി ഉണ്ടായിരുന്നില്ല. എന്നാൽ 20-ാം തീയതിയോടെ എല്ലാ വണ്ടികളും ഓടിത്തുടങ്ങി. നവംബർ 1-നാണ് എറണാകുളത്ത് നിന്നുള്ള നിലമ്പൂർ വണ്ടി ഓടിത്തുടങ്ങുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 22 വരെ അവസരം. അക്ഷയ കേന്ദ്രങ്ങളിൽ സൗജന്യമായി അപേക്ഷ നൽകാൻ ഞായറാഴ്ച സൗകര്യമൊരുക്കിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ 22 വരെ അവസരം. ceo.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് പേര് ചേർക്കുന്നതിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ഞായറാഴ്ച അപേക്ഷ നൽകാൻ സൗകര്യമൊരുക്കിയിരുന്നു. താലൂക്ക് ഓഫീസുകളിലും പോളിംഗ് സ്റ്റേഷനിലും പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും അവസരമുണ്ടാവും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ കെ ബിജു അറിയിച്ചു. രജിസ്റ്റർ ചെയ്താൽ അപേക്ഷ സംബന്ധിച്ച വിവരം മൊബൈലിൽ ലഭിക്കും. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ പരിശോധിച്ച് തിരിച്ചറിയൽ കാർഡ് വീട്ടിലെത്തിക്കും. അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനും പ്രായം, താമസം, സ്ഥലം സംബന്ധിച്ചുള്ള രേഖകൾക്കുമായി ബൂത്ത് തല ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തും. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്വേഷണത്തിന് വരുന്ന ഉദ്യോഗസ്ഥന് പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ നൽകിയാൽ മതി. അപേക്ഷിച്ച് 15 ദിവസത്തിനകം അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയില്ലെങ്കിൽ മൊബൈലിൽ ലഭിച്ച ബൂത്ത് തല ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സംസ്ഥാന ഓപ്പൺ സ്കൂൾ മലബാർ മേഖലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 26-ന് നടക്കും. മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ലേബർ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് കേന്ദ്രം തുടങ്ങുന്നത്. സംസ്ഥാന ഓപ്പൺ സ്കൂളിന്റെ മലബാർ മേഖലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 26-ന് വൈകിട്ട് 4-ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. മന്ത്രി പി കെ അബ്ദുറബ്ബ് കോഴ്സ് ഉദ്ഘാടനം നിർവഹിക്കും. സിവിൽ സ്റ്റേഷനിൽ ജില്ലാ ലേബർ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് കേന്ദ്രം തുടങ്ങുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് സഹായകരമാകും. സംസ്ഥാനത്ത് ശരാശരി 80,000 പേരാണ് ഓപ്പൺ സ്കൂളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇവരിൽ 60,000-ത്തിലധികം കുട്ടികൾ മലബാറിൽ നിന്നാണ്. ഇവരുടെ രജിസ്ട്രേഷൻ, TC, തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ സംസ്ഥാന കേന്ദ്രത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മേഖലാ കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സിവിൽ സ്റ്റേഷനിൽ സൈനിക വിശ്രമ കേന്ദ്രത്തിന് സമീപം 25 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് സ്ഥിരം കെട്ടിടം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കരുതെന്ന് ഭൂവുടമകൾ. മലപ്പുറം ജില്ലാ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ നടന്ന ഹിയറിംഗിലാണ് ഭൂവുടമകൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് തങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കരുതെന്ന് മലപ്പുറം ജില്ലാ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ നടന്ന ഹിയറിംഗിൽ ഭൂവുടമകൾ ആവശ്യപ്പെട്ടു. നിർബന്ധപൂർവ്വം സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ ഉയർന്ന വില നൽകണമെന്ന നിലപാടും ഭൂവുടമകൾ അറിയിച്ചിട്ടുണ്ട്. സ്ഥലമെടുപ്പ് അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചും ഭൂമിക്ക് ലഭിക്കേണ്ട ന്യായവില സംബന്ധിച്ചും ഭൂവുടമകൾ നൽകിയ പരാതിയിലാണ് ഹിയറിംഗ് നടന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് 6-1 വിജ്ഞാപനമിറക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്ഥലമുടമകൾക്ക് ലോക്കൽ എൻക്വയറി നോട്ടീസ് നൽകിയിരുന്നു. ഇതിനു മറുപടിയായാണ് ഭൂവുടമകൾ പരാതി നൽകിയത്. 20 ഭൂവുടമകളാണ് ഹിയറിംഗിനെത്തിയത്. എത്തിയവരിൽ ഭൂരിഭാഗവും റെയിൽവേ ഗേറ്റ് പരിസരത്തെ വ്യാപാര സ്ഥാപന ഉടമകളാണ്. മേൽപ്പാലം വരുന്നത് തങ്ങളുടെ സ്ഥാപനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും വൻ സാമ്പത്തിക നഷ്ടം നേരിടുമെന്നും ഇവർ അറിയിച്ചു. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമുള്ള വിലയ്ക്ക് ഭൂമി കൈമാറാനാവില്ലെന്നും ഭൂവുടമകൾ അറിയിച്ചു. ജില്ലാ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാറും RBDC ഡെപ്യൂട്ടി തഹസിൽദാറും ചർച്ചയിൽ പങ്കെടുത്തു. ഹിയറിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകും. കമ്മീഷണറുടെ തീരുമാനം വന്നതിനു ശേഷം തുടർ നടപടികളുണ്ടാകും. 40 പേരിൽ നിന്നായി 14 സർവേ നമ്പറുകളിൽപ്പെട്ട 46.1 സെന്റ് ഭൂമിയാണ് മേൽപ്പാലത്തിനായി ഏറ്റെടുക്കാനുള്ളത്. നിർമ്മാണത്തിനുള്ള കരാർ നടപടികൾ RBDC പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥലമെടുപ്പ് നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നത് നിർമ്മാണം തുടങ്ങാൻ തടസ്സമായിരിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികൾ 1 മാസം മുമ്പ് അങ്ങാടിപ്പുറത്ത് എത്തിച്ചിട്ടുണ്ട്. നിർമ്മാണ സമയത്ത് ഗതാഗതം തിരിച്ചുവിടുന്നതിന് സർവീസ് റോഡുകൾക്കായാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. അങ്ങാടിപ്പുറം ഭാഗത്തേക്കാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ളത്.
മറ്റൊരു വാർത്ത, വെങ്ങാട് ഔട്ട്ഫിറ്റ്സ് മെൻസ് വെയർ നടത്തിയ സമ്മാന പെരുമഴയുടെ നറുക്കെടുപ്പിൽ മദനി തങ്ങൾ വെങ്ങാട്, നിസാർ മേൽമുറി, ഹംദുൽ മേൽമുറി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. മറ്റ് 25 പേർക്കും ഗിഫ്റ്റുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VCV പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Your choice of furniture world. Quality Global Furniture. Quality Global Tower, Perindalmanna Road, Valancheri. റോയൽ ട്രാവൽസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 326 2215 9142 078312 9495 511277. രാജ്യത്തെ ഒരുമയോടെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് ഷാഫി പറമ്പിൽ MLA. മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത് സ്ഥാപിതമായ താൽപര്യങ്ങൾ വെച്ചാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മങ്കട ഗവൺമെന്റ് കോളേജിന് സ്ഥലം വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവ്. കോളേജിന് സ്ഥിരം കെട്ടിടം സ്ഥാപിക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാനാണ് മൂർക്കനാട് പഞ്ചായത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവുണ്ടായത്. മംഗലാപുരം കാരക്കാട് റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തിയ നിലമ്പൂരിൽ നിന്നുള്ള തീവണ്ടികൾ ഓടിത്തുടങ്ങി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കരുതെന്ന് ഭൂവുടമകൾ. മലപ്പുറം ജില്ലാ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ നടന്ന ഹിയറിംഗിലാണ് ഭൂവുടമകൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.